നമസ്കാരം. ദൈവത്തെ കാണാനും അറിയാനും താല്പര്യമുള്ള കുറേ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവം ഒരു വിശ്വാസം മാത്രമാണ് എന്നും ദൈവത്തിൻ്റെ പേരിൽ കുറേ പേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നും ചിലർ പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നു, അതുകൊണ്ടെന്താ ഇപ്പോൾ കുഴപ്പമുള്ളത്? ദൈവം എന്നത് ഒരു വിശ്വാസമാണെങ്കിലും ആ വിശ്വാസം ഒരു വ്യക്തിയെ മുമ്പോട്ട് നയിക്കുന്നുണ്ടല്ലോ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ കുറേ പേർക്ക് ജീവിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് ചിലർ പറയുന്നു. ഒരു ഫിലോസഫിക്കൽ ഡിബേറ്റിന് വേണ്ടിയല്ല, മറിച്ച് സത്യത്തെ അറിയാൻ താല്പര്യമുള്ളവർ. ഈശ്വരൻ എന്നത് ഒരു സങ്കല്പമാണെങ്കിൽ ആ സങ്കല്പ സത്യത്തെ അറിയാൻ താല്പര്യമുള്ളവർ ഏത് വഴിക്കാണ് നീങ്ങേണ്ടത്? തീർച്ചയായും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വഴിക്ക് നീങ്ങുകയായിരിക്കും നല്ലത്. ശരിയല്ലേ? ഈ സത്യത്തെ അറിഞ്ഞവരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നു ശ്രീ രമണ മഹർഷി. രമണ മഹർഷി എന്താണ് ദൈവത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞത്, ഗോഡ് ഷൈൻസ് ഇൻ ദ മൈൻഡ്, ബട്ട് ടു നോ ഗോഡ് ദ മൈൻഡ് ഹാസ് ടു ടേൺ ഇൻവേർഡ്. ഈശ്വരൻ തിളങ്ങുന്നത് മനസ്സിലാണ്. എന്നാൽ ഈ ഈശ്വരനെ അറിയണമെങ്കിൽ മനസ്സ് തന്നിലേക്ക് തന്നെ തിരിച്ചുവിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 16 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ഡെത്ത് എക്സ്പീരിയൻസിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീ രമണ മഹർഷി. ഹി വാസ് എൻ എൻലൈറ്റൻഡ് സേജ്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലൂടെ കടന്നുപോയാൽ മനസ്സിലാകും, നമ്മൾ ഓരോരുത്തരും ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ്. ഈ ശരീരവും മനസ്സും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളിൽ ഞാൻ എന്ന ഭാവം ഉദിക്കുന്നു. ഈ ഞാൻ എന്ന ഭാവത്തിന് ഈഗോ എന്നാണ് പറയുക. ഈ ഞാനാണ് പുറമെയുള്ള ലോകം നോക്കിക്കാണുന്നത്, ദ വേൾഡ് ഔട്ട്സൈഡ് മീ. ഞാൻ അനുഭവിക്കുന്ന എല്ലാ വസ്തുക്കളും, എൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ഈ വേൾഡിനെ അറിയുന്നത് ഞാൻ എന്ന ഈഗോ ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഈഗോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് തോന്നുകയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന്, ഞാൻ സെപ്പറേറ്റ് സെൽഫ് ആണ് എന്ന്. അങ്ങനെ തോന്നാനുള്ള കാരണം ഈ ബോഡി മൈൻഡ് ഇൻറ്ററാക്ഷനാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തെളിയുന്ന സത്യം ദ സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. രമണ മഹർഷിയുടെ ടീച്ചിങ്സ് പ്രകാരം നമുക്ക് ബൈബിളിൽ പറഞ്ഞ ഈ ഒരു വാചകം ശ്രദ്ധിക്കാം. കം ടു മീ ഓൾ ഹൂ ആർ വെറി ആൻഡ് ബേർഡൻഡ് ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. തളർന്നിരിക്കുന്ന ഓരോരുത്തരോടും, മാറാപ്പ് ചുമന്ന് നടക്കുന്ന ഓരോരുത്തരോടും ക്രിസ്തു പറയുകയാണ്, നീ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിനക്ക് വിശ്രമം തരാം. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഇവിടെ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ദ സെൽഫ് ആണ്. നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലുള്ള ആ സത്യമാണ്, ആ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഈഗോ സെൽഫിനോട് വിളിച്ചു പറയുന്നത്, വല്ലാതെ വിഷമിക്കേണ്ട, ഭാരം ചുമന്ന് നടക്കണ്ട, നീ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിനക്ക് വിശ്രമം തരാം എന്ന്. അതാണ് രമണ മഹർഷി പറഞ്ഞത്, സീയിങ് ദ സെൽഫ് ഈസ് സീയിങ് ഗോഡ്. സോ ദ സെൽഫ് ഈസ് നോട്ട് അതർ ദാൻ ഗോഡ് എന്ന്. തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ചൈതന്യത്തെ കാണുക, അറിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണുക, അറിയുക എന്നതാണ്. കാരണം ഈശ്വരനും തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യവും ഒന്നാണ്, രണ്ടല്ല. ഉള്ളതു നർബദോൽ മഹർഷി പറഞ്ഞ സത്യങ്ങളാണുള്ളത്. ഇതിൻ്റെ കമൻ്ററിയിൽ പറയുന്നു, ദോസ് ഹു ഹാവ് നോ എക്സ്പീരിയൻസ് ഓഫ് ദ സെൽഫ് ബട്ട് ക്ലെയിം ടു ഹാവ് സീൻ ഗോഡ് ഹാവ് സീൻ ഓൺലി ദെയർ ഓൺ മെൻ്റൽ പിക്ചർ ഓഫ് ഗോഡ്, റിസംബ്ലിംഗ് ദെയർ ഓൺ ഫിസിക്കൽ പിക്ചർ, more or less having a shape, color, size, etc., which God, the pure spirit, simply does not have. ഈശ്വരനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളത് എന്താണ്? അവരുടെ മനസ്സിൽ ഉള്ള ഒരു ചിത്രമാണ് എന്ന് പറയുന്നു. അതിന് ഫോമുണ്ട്, ഷേപ്പുണ്ട്, എല്ലാമുണ്ട്. വിച്ച് ഗോഡ്, ദ പ്യുവർ സെൽഫ്, സിംപ്ലി ഡസ് നോട്ട് ഹാവ്. പക്ഷേ സെൽഫിനിതൊന്നുമില്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഐ ആം ദ സെൽഫ് എക്സിസ്റ്റൻറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ഓൾ ബീയിങ്സ് എന്ന്. ഇവിടെ കൃഷ്ണൻ ഇത് പറയുമ്പോൾ കൃഷ്ണൻ മറ്റൊരു വ്യക്തിയായിട്ടല്ല പറയുന്നത്, ആ ഫോമിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്, സ്വരൂപത്തിൽ ലയിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈശ്വര ചൈതന്യമുള്ളവരെല്ലാവരും ഇങ്ങനെയാണല്ലോ, സെൽഫിലാണുള്ളത്, അവർക്ക് വേറൊരു വ്യക്തിത്വം ഇല്ല. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കണം? സെൽഫ് ഈഗോവിനോട് പറയുന്നതായിട്ട് മനസ്സിലാക്കണം. ഞാൻ വേറിട്ട ഒരു വ്യക്തിയാണ് എന്ന് എപ്പോഴെല്ലാം എനിക്ക് തോന്നുന്നു, അപ്പോഴെല്ലാം ഞാൻ ഈഗോ ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം ദ സെൽഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യമാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്.
ഇത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി 9-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, ഫൂൾസ് ഡിസ്റിഗാർഡ് മീ വെൻ ഐ ഡ്വെൽ ഇൻ ഹ്യൂമൻ ഫോം എന്ന്. വിഡ്ഢികൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു, അവർ വിലവെക്കുന്നില്ല, കാരണം ഞാൻ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. ദേ നോ നോട്ട് മൈ ഹയർ ബീയിങ് ആസ് ദ ഗ്രേറ്റ് ലോർഡ് ഓഫ് ഓൾ ബീയിങ്സ്. എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ചൈതന്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് ഈ സെൽഫ് ആണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഖുറാനിൽ പറയുന്നു, സോ പുട്ട് ദൈ ട്രസ്റ്റ് ഇൻ അള്ളാഹ് എന്ന്. ഇവിടെ അള്ളാഹു എന്ന് ശരിക്കും പറഞ്ഞാൽ ദ സെൽഫാണ്. പ്രവാചകൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഓരോരുത്തരിലും ഉള്ള ആ ഈഗോ ഉണ്ടല്ലോ, അഹം എന്നൊരു ഭാവം ഉണ്ടല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ, വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വത്തോട് പറയുകയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫിനെയാണ് എന്ന്. അപ്പോൾ ഈ 3 ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് ഒരേ സത്യമാണ്. ബൈബിളിലും ഭഗവത്ഗീതയിലും ഫസ്റ്റ് പേഴ്സൺ ആയിക്കൊണ്ട് പറയുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഖുറാനിൽ തേർഡ് പേഴ്സൺ ആയി പറയുന്നു. എന്തൊക്കെ തന്നെയായാലും സത്യം ഒന്ന് തന്നെ. ശ്രീ രമണ മഹർഷി പറയുന്നുണ്ട്, ഓൾ ഗോഡ്സ് എക്സിസ്റ്റ് ഫ്രം എ ഹ്യൂമൻ സ്റ്റാൻഡ് പോയിന്റ്. ദാറ്റ് ഈസ് ടു സേ, ഇഫ് യു കൺസിഡർ യുവർ പേഴ്സണൽ സെൽഫ് ആസ് റിയൽ, ദെൻ ദേ ഓൾസോ എക്സിസ്റ്റ്. അതായത് ഒരു വേറിട്ട വ്യക്തിയായി നിങ്ങളെല്ലാം നോക്കി കാണുമ്പോൾ ഈശ്വരനുണ്ട്, ദൈവമുണ്ട്. ബട്ട് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ സെൽഫ്, all these gods are illusory and must themselves merge into the one reality. ആ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സത്യം തന്നെയാണ് ഈശ്വരൻ എന്ന്. അദ്ദേഹം പറയുന്നു, വിത്ത് ട്രൂ ലവ് ആൻഡ് ഫെയ്ത്ത് ഫോളോ ദാറ്റ് റിലീജിയൻ ഇൻ വിച്ച് യു ഹാവ് ബിലീവ് ആൻഡ് ടേൺ വിത്തിൻ. ഡു നോട്ട് ജംപ് ഔട്ട്വേർഡ്സ് ക്രിട്ടിസൈസിങ് ആൻഡ് ആർഗ്യൂയിങ് അഗെയിൻസ്റ്റ് അതർ റിലീജിയൻസ് ഓൺ അക്കൗണ്ട് ഓഫ് ബിഗോട്ടറി ഫോർ യുവർ ഓൺ റിലീജിയൻ. നിങ്ങൾക്ക് ഏത് മതത്തിലാണോ വിശ്വാസമുള്ളത് അതിൽ ഉറച്ചു നിന്നോളൂ. പക്ഷേ ടേൺ വിത്തിൻ, ഉള്ളിലേക്ക് നോക്കുക. പുറത്തോട്ട് നോക്കി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ബിഗോട്ടറി ഫോർ യുവർ ഓൺ റിലീജിയൻ, ചിലർക്കതുണ്ടല്ലോ. ബിഗോട്ടറി എന്ന് പറഞ്ഞാൽ അവരവരുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കാരണം മറ്റുള്ളവരുടെ മതത്തെ തള്ളിപ്പറയുന്ന ഒരു രീതിയാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പുറത്തോട്ട് നോക്കിപ്പോകുന്നു, ചർച്ചകളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഉള്ളിലേക്ക് തിരിയാൻ സമയം ലഭിക്കുകയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ, സത്യത്തെ അറിയണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കണം. അതിനുള്ള വഴികളും മഹർഷി പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചോളൂ. നമുക്ക് ഈ രീതിയിലും ഒന്ന് ചിന്തിക്കാം. നന്ദി, നമസ്കാരം.